നമുക്കൊരു സാലഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ വെള്ളക്കടലയില്ലേ അത് വെച്ചിട്ടാട്ടോ സാലഡ് ഉണ്ടാക്കുന്നത്. രാത്രിത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ചൂടാക്കുക. ഇത്തിരി വെളിച്ചെണ്ണ വെച്ചാൽ മതി കേട്ടോ, ഡയറ്റുള്ള ആൾക്കാരാണെങ്കിൽ. എന്നിട്ട് അതിൽ ഉള്ളി നല്ലോണം വാട്ടുക. ഉള്ളിയിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾ, മല്ലി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു 90 വേണ്ട, ഒരു 80% റെസിപ്പി ഉമ്മാമ്മൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഉമ്മാമ്മൻ്റെ റെസിപ്പിയാണ്. ഉള്ളി നല്ലോണം വാടിയാൽ കുറച്ച് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും അതുപോലെ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ടാൽ മസാല പരിപാടി കഴിഞ്ഞു. ഇനി നല്ലത് വെള്ളക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ആദ്യം ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തോ. എന്നിട്ടിതിൽ കുറച്ച് കക്കിരിയും അതുപോലെ ഉള്ളിയും കൂടെ മുറിച്ചിട്ട് അതിലേക്ക് ഒരു ലെമണും കൂടെ സ്ക്വീസ് ചെയ്താൽ ഉമ്മാമ്മൻ്റെ റെസിപ്പി കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്താക്കുകയാണ്, അതിലേക്ക് കുറച്ചൊരു ഡ്രസ്സിങ് പരിപാടിയും കൂടെ കൊണ്ടുവരികയാണ്, ഒന്ന് പരിഷ്കാരിയാക്കാന്നേ. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറെടുത്തോ. ജാറിലേക്ക് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, വെളുത്തുള്ളി, പുഴുങ്ങിയ മുട്ട, ഉപ്പ്, കുരുമുളക്, തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കുക. മിക്സിക്ക് അരക്കാൻ എന്തൊരു മടി. ശരിയായി. അപ്പോൾ ഈ സോസിലേക്ക് ഇനി നമുക്ക് എന്താക്കാം, ബാക്കി കുറച്ചും കൂടെ സാധനങ്ങൾ ആഡ് ചെയ്താൽ നമ്മളുടെ സാലഡ് റെഡിയാവും. അപ്പോൾ അതിലേക്ക് ഞാൻ കുക്കുംബർ ഇട്ടു. പിന്നെ അതിന് ശേഷം ലെറ്റ്യൂസിൻ്റെ ഇല മുറിച്ചിട്ട്, പിന്നെ കിവി ഉണ്ടായിരുന്നു, അപ്പോൾ കിവി അതും മുറിച്ചിട്ട്, എല്ലാം ഒരു പച്ച കളറിലെ. നമുക്ക് കുറച്ച് സ്ട്രോബെറിയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ജ്യൂസ് അടിക്കാൻ എടുത്തിട്ട് സ്ട്രോബെറി അതും ആഡ് ചെയ്തു. ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച കടലേൻ്റെ മസാലയും ചേർത്ത് ലെമണും കൂടെ സ്ക്വീസ് ചെയ്ത് നല്ലോണം ഇളക്കിക്കോ. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം കൂടിയിട്ട്. അതിൻ്റെ അടുത്ത് സ്പൂണ് മാറിയത് എന്താണെന്നല്ലേ, മറ്റേ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ സ്പൂൺ എടുത്ത് ഇളക്കി. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ മുട്ട പുഴുങ്ങിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. എന്താണോ വെജിറ്റബിൾസിൽ അത് ആഡ് ചെയ്യാം. ആ പുതിനേൻ്റെ ഫ്ലേവറും ലെമണിൻ്റെ പുളിയൊക്കെ ആയിട്ട് അതിങ്ങനെ തിന്നാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറി ജ്യൂസും കൂടെ അടിച്ചപ്പം ഡിന്നറിനുള്ള സാധനം സെറ്റായി.